മുട്ടിൻ്റെ തേയ്മാനം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ ഒരുപാടുണ്ട്. അപ്പോൾ പലപ്പോഴും ഇതെന്ത് തരം ചികിത്സ ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ട്. മുട്ടിൻ്റെ ഓപ്പറേഷൻ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്പറേഷൻ ഇല്ലാതെ മുട്ടിൻ്റെ തേയ്മാനം മാറ്റാൻ പറ്റുമോ? അത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ സാധാരണയായി ഉണ്ടാവാറുണ്ട്. അപ്പോൾ മുട്ടിൻ്റെ തേയ്മാനത്തിന് നമുക്ക് ഓപ്പറേഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നൂതനമായിട്ടുള്ള ചികിത്സയാണ് സ്റ്റെം സെൽ ട്രീറ്റ്മെൻറ്റ്. അതായത് എന്താണ് ഈ സ്റ്റെം സെൽ ട്രീറ്റ്മെൻറ്റ്? നമ്മൾ ശരീരത്തിൻ്റെ കോശങ്ങൾ ഉപയോഗിച്ച് നമ്മൾ തേയ്മാനം വന്ന ഭാഗം മാറ്റിയെടുക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ഏറ്റവും നൂതനമായിട്ടുള്ള റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റാണ് സ്റ്റെം സെൽ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതായത് എന്താണ് ശരിക്കും മുട്ട് തേയ്മാനം? മുട്ടിൻ്റെ എല്ലിൻ്റെ മുകളിലുള്ള തരുണാസ്ഥി, അതായത് കാർട്ടിലേജ് എന്ന ഭാഗം ദ്രവിച്ചു പോകുന്നതിനാണ് മുട്ടിൻ്റെ തേയ്മാനം എന്ന് പറയുന്നത്. അപ്പോൾ വളരെ കോമൺ ആയിട്ട് നമ്മളൊരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 50 60 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും വരുന്നൊരു അസുഖമാണ് മുട്ടിൻ്റെ തേയ്മാനം. ചില ആളുകൾക്ക് വേദന ഉണ്ടാവും, ചില ആൾക്കാർക്ക് വേദന ഉണ്ടാവില്ല. അപ്പോൾ വേദന ഉണ്ടാക്കുമ്പോഴാണ് ഇത് ബുദ്ധിമുട്ട്. നമ്മൾ തുടക്കത്തിലൊക്കെ ആണെങ്കിൽ, തുടക്കത്തിലുള്ള സ്റ്റേജിലാണെങ്കിൽ സ്റ്റെപ്പ് കയറുമ്പോഴും അത് ജസ്റ്റ് ഒന്ന് നടക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റെപ്പ് ആയിട്ടുള്ള ഭാഗങ്ങൾ കയറുന്ന സമയത്തൊക്കെ വേദന ഉണ്ടാവും, അല്ലെങ്കിൽ മടക്കിയിരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഇരുന്നിടത്ത് എണീക്കാൻ ബുദ്ധിമുട്ട് വരിക, നിസ്കരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുക, നടക്കാനുള്ള ബുദ്ധിമുട്ട് വരിക. അപ്പോൾ എല്ലാത്തിനും നമ്മുടെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ തേയ്മാനത്തിൻ്റെ പ്രശ്നം കാരണം മാറും. വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. അപ്പോൾ എവിടെ നോക്കിയാലും ഒരാൾക്കെങ്കിലും ഒരു വീട്ടിൽ ഇല്ലാത്ത ആളുകൾ ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്തുകൊണ്ടാണ് നമ്മളൊരു റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് നേരത്തെ ഇത് കണ്ടുപിടിച്ച് അത് റീജനറേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ഡീജനറേഷനാണ് തേയ്മാനം എന്ന് പറയുന്നത്. അതായത് നമുക്ക് പ്രായത്തിൻ്റെ ഭാഗമായിട്ട് കോശങ്ങൾ നശിച്ചു പോകുന്നതിനാണ് ഡീജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് തേയ്മാനം വരുന്നത്. അപ്പോൾ അത് തിരിച്ചു കൊണ്ടുവരാനാണ് നമ്മൾ എപ്പോഴും ഒരു ഡീജനറേറ്റ് ചെയ്ത ഭാഗം, തേയ്മാനം വന്ന ഭാഗം തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന സ്റ്റേജിലാണെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് എപ്പോഴും ഏറ്റവും ഉചിതമായ ട്രീറ്റ്മെൻറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ റീജനറേറ്റീവ് മെഡിസിൻ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ഈ സ്റ്റെം സെൽ ട്രീറ്റ്മെൻറ്റ്. നമ്മൾ PRPനെ കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. സ്വന്തം ബ്ലഡ് എടുത്തിട്ട് അതിൽ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എടുത്തിട്ട് നമുക്ക് തിരിച്ച് ജോയിൻറ്റിനുള്ളിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നൊരു ട്രീറ്റ്മെൻറ്റാണ് PRP. അപ്പോൾ പലപ്പോഴും ഗ്രേഡ് 1, 2 എന്നുള്ള സ്റ്റേജിലാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ഇപ്പോഴും PRP ആണ്. ഏറ്റവും കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ PRP തന്നെയാണ്. അപ്പോൾ PRP അല്ലാതെ അതിൻ്റെ അടുത്ത സ്റ്റെപ്പിൽ, പ്രത്യേകിച്ചും ഗ്രേഡ് 3 മൂന്നാമത്തെ സ്റ്റേജിലുള്ള ഒരാളുടെ മുട്ടിൻ്റെ തേയ്മാനാണെങ്കിൽ ഏറ്റവും നല്ലൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ എപ്പോഴും സ്റ്റെം സെല്ലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് സ്റ്റെം സെൽ ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ആവുന്നത്? കാരണം സ്റ്റെം സെൽസ് നമ്മൾ ഒന്നുകിൽ എല്ലിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഫാറ്റിൻ്റെ ഭാഗത്തുനിന്ന് എടുത്തിട്ട് നേരിട്ട് കൊടുക്കണം. അപ്പോൾ സ്റ്റെം സെൽ എന്ന് പറയുന്നത് മൂലകോശങ്ങളാണ്. നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളെയും റിപ്പയർ ചെയ്യാൻ കഴിവുള്ള മൂലകോശങ്ങൾക്കാണ് സ്റ്റെം സെൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ മുട്ടിൻ്റെ ഉള്ളിൽ കാർട്ടിലേജ് പോയ ഭാഗത്തേക്ക് കൊടുത്താൽ ഈ കൊടുക്കുന്ന കോശങ്ങൾ അവിടെയുള്ള കാർട്ടിലേജിൻ്റെ ഭാഗത്തേക്ക്, കാർട്ടിലേജിൻ്റെ സെല്ലായി മാറാൻ കഴിവുള്ള ഈ സെൽസാണ് ഈ സ്റ്റെം സെൽസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് റിപ്പയർ ആയി വരികയും അത് തിരിച്ച് റീജനറേറ്റ് ചെയ്ത് വരികയും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഈ സ്റ്റെം സെൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്? സ്റ്റെം സെൽ ട്രീറ്റ്മെൻറ്റ് വളരെ സർജറി ഒന്നും ഇല്ലാതെ നോൺ സർജിക്കലായിട്ട് വളരെ എളുപ്പത്തിൽ ഡേക്കറായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയേഴ്സാണ്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യുന്നത് ബോൺ മാരോ സ്റ്റെം സെൽസ് ആണ്. അതായത് നമ്മൾ എല്ലിൻ്റെ മുകളിൽ നിന്ന് ചെറിയ നീഡിൽ ഉപയോഗിച്ച് നമ്മൾ വലിച്ചെടുക്കുകയും മജ്ജ വലിച്ചെടുക്കും. അപ്പോൾ എല്ലിൻ്റെ മജ്ജയിൽ എപ്പോഴും സ്റ്റെം സെൽസ് ഉണ്ടാകും. അപ്പോൾ ആ സ്റ്റെം സെൽസ് മാത്രം നമ്മൾ പ്രത്യേകിച്ച് മെഷീൻസ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തെടുക്കും. എന്നിട്ടത് അൾട്രാസൗണ്ടിൻ്റെ സഹായത്തോടു കൂടി ഈ തേയ്മാനം വന്ന ഭാഗത്ത് എവിടെയാണോ കാർട്ടിലേജ് പോയിട്ടുള്ളത് ആ ഭാഗത്തേക്ക് നേരിട്ട് ഇഞ്ചക്ഷനായിട്ട് കൊടുക്കുന്ന രീതിക്കാണ് സ്റ്റെം സെൽ. അപ്പോൾ അതിന് എളുപ്പത്തിൽ BMAC എന്ന് പറയും, ബോൺ മാരോ ആസ്പിറേറ്റ് കോൺസെൻട്രേറ്റ് എന്ന് പറയും. അപ്പോൾ എല്ലിൻ്റെ മുകളിൽ നിന്ന് എടുക്കുന്നതുകൊണ്ടാണ് ബോൺ മാരോ ആസ്പിറേറ്റ് കോൺസെൻട്രേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു കണ്ടീഷൻ. എസ്പെഷ്യലി നമ്മളെ ഏജ് കുറവുള്ള ആൾക്കാർക്കാണെങ്കിൽ, 50-60 വയസ്സ് താഴെയുള്ള ആൾക്കാർക്കാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റാണ് BMAC. അപ്പോൾ BMACൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് വളരെ ലോക്കൽ അനസ്തേഷ്യ മാത്രം കൊടുത്ത് തരിപ്പിച്ചിട്ട് നമുക്ക് എല്ലിൻ്റെ മുകളിൽ നിന്ന് ആസ്പിറേറ്റ് ചെയ്തെടുക്കാനും അത് നേരിട്ട് ഈ മെഷീൻസ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്ത് അങ്ങനെ ആ ഒരു പരിക്ക് പറ്റിയ ഭാഗത്തേക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഒറ്റ സിറ്റിംഗ് ചെയ്താൽ തന്നെ നമുക്ക് ഈ PRP പോലെ റിപ്പീറ്റഡായി ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഒരു സിറ്റിങ്ങിലൂടെ തന്നെ നമുക്ക് ആ ഒരു മുട്ടിൻ്റെ തേയ്മാനത്തിന് മാറ്റം വരിക. അത് എക്സ്റേയിലോ അല്ലെങ്കിൽ MRIയിലോ മാറ്റം കാണിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെ ഒരു വർഷം കൊണ്ട് നമുക്ക് എക്സ്റേ അല്ലെങ്കിൽ MRI റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മുമ്പുണ്ടായിരുന്ന തേയ്മാനം മാറി ഒരു ലെവലിലേക്ക് തേയ്മാനം മാറി വന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതാണ് ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊണ്ടുള്ള മെച്ചം. അതാണ്. അപ്പോൾ എന്താണ് ഇതിന് സർജറി വേണ്ട, കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല,
എവിടെയും ഒരു ഇൻസിഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എല്ലാം നീഡിൽ ത്രൂ ഉള്ള പ്രൊസീജിയറാണ്. എല്ലാം ഗൈഡഡ് ആയിട്ടുള്ള പ്രൊസീജിയറാണ്. നമ്മൾ എല്ലിൻ്റെ മുകളിൽ നിന്ന് എടുക്കുന്നതും അതുപോലെ തന്നെ ഈ മുട്ടിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുന്നതെല്ലാം ഒന്നുകിൽ എക്സ്റേയുടെയോ അല്ലെങ്കിൽ അൾട്രാസൗണ്ടിൻ്റെയോ സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ എവിടെയും നമുക്ക് ഒരു ഡാമേജ് എല്ലിനോ അല്ലെങ്കിൽ നെർവിനോ ഡാമേജ് വരുന്നതോ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ്. കോസ്റ്റ് സർജറി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. പക്ഷേ PRP ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലാണ്. പക്ഷേ എങ്കിലും അതിൻ്റെ റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ, അതായത് നമ്മൾ അസുഖം മാറുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ റീജനറേറ്റ് ചെയ്യുന്ന രീതിയിലേക്കുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ആയതുകൊണ്ട് എപ്പോഴും നമുക്കത് ഗുണം ചെയ്യും. പിന്നെ രണ്ടാമത്തൊരു സ്റ്റെം സെൽ ഓപ്ഷൻ ഇപ്പോൾ ആദ്യം പറഞ്ഞ BMAC-ആണ്. രണ്ടാമത്തെ ഉള്ളത് പറഞ്ഞാൽ നമുക്ക് ഫാറ്റാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ എവിടെയും നല്ലപോലെ കാണുന്ന സാധനമാണ് ഫാറ്റ്, കൊഴുപ്പ്. അപ്പോൾ കൊഴുപ്പ് നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് വയറിൻ്റെ ഭാഗത്തു നിന്ന് ഈസിലി നീഡിൽ ത്രൂ ആസ്പിറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഫാറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെം സെൽസ് കിട്ടും. ഫാറ്റ് നല്ലൊരു സോഴ്സാണ് സ്റ്റെം സെൽസിൻ്റെ. അത് നമുക്ക് തിരിച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുട്ടിൻ്റെ ഭാഗത്തേക്ക് ഇഞ്ചക്ഷനായിട്ട് കൊടുക്കാൻ പറ്റും. അതാണ് അഡിപ്പോസ് സ്റ്റെം സെൽസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൈക്രോ ഫാറ്റ് എന്ന് പറയും. അപ്പോൾ ഇത് രണ്ടാമത്തെ ഓപ്ഷനാണ്. ഇത് രണ്ടും നമുക്ക് മുട്ടിൻ്റെ തേയ്മാനത്തിന് വളരെ ഇഫക്റ്റീവായിട്ടുള്ള, നമ്മൾ പഠനങ്ങൾ തെളിയിച്ച പ്രകാരം തന്നെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ്, റീജനറേറ്റ് എടുക്കാനുള്ള ട്രീറ്റ്മെൻറ്റ്. അതും ഫാറ്റിൻ്റെ കാര്യത്തിലും ഡേ കെയർ പ്രൊസീജിയറാണ്. നമ്മൾ നേരിട്ട് ഫാറ്റ് ആസ്പിറേറ്റ് ചെയ്യുന്നു, അത് സെൻട്രിഫ്യൂജ് ചെയ്ത് മൈക്രോണൈസ് ചെയ്ത് ചെറിയ പാർട്ടിക്കിളാക്കിയിട്ട് സ്റ്റെം സെൽ മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് ആ മുട്ടിൻ്റെ ഉള്ളിലേക്ക് നേരിട്ട് ഇഞ്ചക്ഷനായിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇത് സെയിം ഡേ തന്നെ വന്നിട്ട് നമ്മൾ ചെയ്ത് അന്ന് തന്നെ വീട്ടിൽ പോകാൻ പറ്റും. ചെയ്ത് കഴിഞ്ഞാൽ 4-5 ദിവസം വീട്ടിൽ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ സാധാരണ രീതിയിലേക്ക് ജോലിയിലേക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടിനും നമുക്ക് എവിടെയും ഒരു സർജറിയോ കാര്യങ്ങളോ ആവശ്യമില്ല. അതുപോലെ തന്നെ ശരീരത്തിന് സൈഡ് എഫക്റ്റ് ഇല്ല. സ്വന്തം ശരീരത്തിന് എടുക്കുന്ന സാധനം ആയതുകൊണ്ട് നമ്മൾ ശരീരത്തിന് സൈഡ് എഫക്റ്റ് കാര്യങ്ങൾ പറയാനില്ല. സർജറി ഒരു കട്ടിങ് വരുന്നില്ല, അല്ലെങ്കിൽ ഒരു പെയിന് മാറ്റാൻ വേണ്ടി മാത്രമുള്ള പ്രൊസീജിയറല്ല. ഇത് പ്രധാനമായിട്ടും അസുഖത്തിനെ റിവേഴ്സ് ചെയ്യുന്ന, റീജനറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ്. അപ്പോൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ 2 ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ്, അതായത് BMAC അല്ലെങ്കിൽ ബോൺ മാരോ സ്റ്റെം സെൽസ്, അല്ലെങ്കിൽ അഡിപ്പോസ് ടിഷ്യൂ ഫാറ്റ് എന്ന് പറയും, അതായത് മൈക്രോ ഫാറ്റ് ആയിട്ടുള്ള അഡിപ്പോസ് ഡിറൈവ്ഡ് സ്റ്റെം സെൽസ്, ഇത് രണ്ടും നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മുട്ടിൻ്റെ വേദനയ്ക്കുള്ള ട്രീറ്റ്മെൻറ്റാണ്, റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ എൻ്റെ മുട്ട് തേയ്മാനം 2ാമത്തെ സ്റ്റേജിലാണ് അല്ലെങ്കിൽ 3ാമത്തെ സ്റ്റേജിലാണ്, ഇനിയിപ്പോൾ എനിക്ക് അടുത്ത സ്റ്റേജിലേക്ക് സർജറി ചെയ്യുക മാത്രമാണ് ഓപ്ഷൻ എന്നുള്ള രീതിയിലേക്ക് ചിന്തിച്ചിരിക്കാതെ നമ്മൾ ഈ സമയത്ത് തന്നെ അത് റീജനറേറ്റ് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിനെ കുറിച്ച് ആലോചിക്കുക, അതിനെക്കുറിച്ച് പഠിക്കുക. എന്തൊക്കെയാണ് റീജനറേറ്റീവ് ഓപ്ഷൻസ് ഉള്ളത് അതിനെക്കുറിച്ച് പഠിക്കുകയും അത് ഓപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കത് ഗ്രേഡ് 4ലേക്ക് പോകുന്നതും ഒരു സർജറിയിലേക്ക് പോകുന്നതും തടയാൻ കഴിയും. അതുപോലെ തന്നെ നമ്മളെ മുട്ടേനെ നമുക്ക് റീജനറേറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.